ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 4 ഭഗവത്ഗീതയിലെ അടുത്ത ഒരു ശ്ലോകം 35 അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഭഗവത്ഗീതയുടെ പ്രചാരവും അതുപോലെ അതിൻ്റെ ഒരു പ്രാധാന്യവും വളരെയധികം കൂടി വരുന്ന ഈ ഒരു കാലത്ത് ഭഗവത്ഗീത പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക തന്നെ വേണമെന്ന് മാത്രമല്ല, നമ്മുടെ യുവജനങ്ങളും അതുപോലെ തന്നെ കുട്ടികളിലേക്കൊക്കെ ഈ ഒരു വളരെ ശാസ്ത്രീയമായ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ജീവിതത്തെ നേരിടാൻ തക്ക രീതിയിലുള്ള ഒരു ഗൈഡൻസ് തരുന്ന ഭഗവത്ഗീത അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ശ്ലോകം നോക്കാം. ശ്ലോകം 35, ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം. അപ്പോൾ നേരത്തെ എങ്ങനെയൊക്കെയാണ് ഒരു ഗുരു ആരായിരിക്കണം, അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളാണ് 34-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഗുരു എന്ന് പറയുമ്പോൾ ശ്രോത്രിയനായിരിക്കണം, അതായത് എല്ലാ ശാസ്ത്രങ്ങൾ നല്ല രീതിയിൽ അറിയുന്ന ആൾ. ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉപനിഷത്തുക്കൾ, അതുപോലെ ഗീത തുടങ്ങിയ ഭാഗവതം, പുരാണങ്ങൾ, ഇതൊക്കെ അറിയുന്ന ആളായിരിക്കണം ഗുരു എന്നും. അതുപോലെ ബ്രഹ്മനിഷ്ഠനായിരിക്കണം, ആ ബ്രഹ്മത്തെ അറിഞ്ഞവനായിരിക്കണം ഗുരു എന്നുള്ള ഒരു ഗുരുവിൻ്റെ ഒരു ക്വാളിറ്റീസായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഗുരു എങ്ങനെയായിരിക്കണമെന്ന്. അതുപോലെ തന്നെ ശിഷ്യനും എങ്ങനെയായിരിക്കണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ശിഷ്യന് തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശന എന്നാണ് കഴിഞ്ഞ ആ ഒരു ശ്ലോകം 34 നമ്മൾ പറഞ്ഞത്. അതായത് നമസ്കാരം കൊണ്ടും പ്രണിപാതേന നമസ്കാരം കൊണ്ടും പരിപ്രശ്നേന അതായത് ധാരാളം ചോദ്യങ്ങൾ കൊണ്ടും സേവ കൊണ്ടും ഗുരുവിനെ സേവനം ചെയ്തുകൊണ്ടും ഗുരുവിനെ സേവിച്ചുകൊണ്ടും ആ ഒരു പരമമായ ജ്ഞാനം ഗുരുവിൽ നിന്ന് നേടാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗുരുവും ശിഷ്യനും എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. അതായത് ജ്ഞാനം ലഭിച്ചാലുള്ള ഫലം. അപ്പോൾ എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുക, ഗുരുവിൽ നിന്ന് ശിഷ്യൻ എങ്ങനെയാണ് ജ്ഞാനം നേടേണ്ടത് എന്ന് പറഞ്ഞു. ആ ജ്ഞാനം ലഭിച്ചാൽ എന്താണ് ഫലം എന്നാണ് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ നോക്കുന്നത്. ശ്ലോകം എന്ന് ചൊല്ലാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേന ദ്രക്ഷസ്യാത്മന്യതോ മയി. ഒരിക്കൽ റിപ്പീറ്റ് ചെയ്യാം. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേന ദ്രക്ഷസ്യാത്മന്യതോ മയി. ഇവിടെ ആ ഒരു അതിലെ വാക്കുകൾ, അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ ഒരു ജ്ഞാനം ഗുരുവിൽ നിന്ന് സ്വീകരിക്കാമെന്ന് പറഞ്ഞിടത്താണല്ലോ നമ്മൾ കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ക്വാളിറ്റീസ് പറഞ്ഞു. ഗുരു ബ്രഹ്മനിഷ്ഠനായിരിക്കണം, ഗുരു പിന്നെ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കണം, ബ്രഹ്മത്തെ അറിഞ്ഞ ആളായിരിക്കണം. അങ്ങനെയുള്ളൊരു ഗുരുവിന് മാത്രമേ ശരിയായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യനും ഈ ജ്ഞാനം ഗുരുവിൽ നിന്ന് നേടേണ്ടത് അതിന് എന്തൊക്കെ ചെയ്യണം? പ്രണിപാതേന നമസ്കാരങ്ങൾ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ സമർപ്പണം കൊണ്ടും, പിന്നെ അതുപോലെ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന ധാരാളം ചോദ്യങ്ങൾ, സംശയങ്ങൾ ഒക്കെ ചോദ്യരൂപത്തിൽ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടും, അതാണ് പരിപ്രശ്നേന സേവ ഗുരുവിനെ സേവിച്ചുകൊണ്ട്. അതാണ് നമ്മുടെ പണ്ടുള്ള ഗുരുകുല സമ്പ്രദായങ്ങളിലൊക്കെ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ആ ഒരു സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ല. അവരിങ്ങനെ കുറേ ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു, അത്ര തന്നെ. ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ നേരിടുന്ന പല പല ചോദ്യങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ലഭിക്കുമ്പോഴാണ് ആ ഒരു ജ്ഞാനം പൂർണ്ണമാവുക, അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം ഒരു
വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പോൾ അത് നടക്കുന്നില്ല ഇന്ന്. നമ്മൾ ഒരു വൺ സൈഡഡ് ആണ് ഇന്നത്തെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കുറേ അറിവുകൾ ഇങ്ങനെ കുട്ടിയിലേക്ക് എത്തുന്നു, അത് കാണാതെ പഠിക്കുന്നു, അത് പറയുന്നു, മാർക്ക് നേടുന്നു. അപ്പോൾ പക്ഷേ നമ്മുടെ പണ്ട് ഉള്ള ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമാണെന്ന് പറയാൻ കാരണം ആ കുട്ടികളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങളും കുട്ടിക്ക് ആ സംശയങ്ങൾ തീർക്കാൻ അവസരം ഉണ്ടായിരുന്നു. അതാണ് പരിപ്രശ്നേന സേവയ, ഗുരുവിനെ സേവിച്ചുകൊണ്ട് ആ ഒരു ആശ്രമത്തിലിരുന്നും കൊണ്ട് ഗുരുകുല പഠനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ഗുരുകുല ആശ്രമത്തിൽ ഇരുന്നും കൊണ്ട് പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തുന്നു. അപ്പോൾ ഇനി ഈ ഒരു ശ്ലോകത്തിൽ ചോദിക്കുന്നു, യജ്ഞാത്വാന പുനർമോഹം. ഏതൊന്നും അറിഞ്ഞാൽ, ഏത് യജ്ഞാത്വ ഏതൊരു ജ്ഞാനം സിദ്ധിച്ചാൽ, ജ്ഞാത്വ അറിഞ്ഞിട്ട്, ഏത് ജ്ഞാത്വ, അതാണ് യജ്ഞാത്വ ന പുനർമോഹം ഏവം, വീണ്ടും പുന ഏവം ഈ വിധത്തിൽ യാസ്യസി പാണ്ഡവ, അതായത് മോഹം ന യാസ്യസി, മോഹത്തെ പ്രാപിക്കുകയില്ല. മോഹം എന്ന് പറയുമ്പോൾ ദുഃഖം എന്നൊക്കെ പറയാം, പല വിധത്തിലുള്ള വിഷമങ്ങൾ, അതൊക്കെയാണ് ഈ മോഹം എന്നുള്ള വാക്കുകൊണ്ട്. അല്ലാതെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഈ ഏതൊരു ജ്ഞാനത്തെ അറിഞ്ഞാൽ ഈ വിധത്തിൽ ഏവം, നീ ഇനി വീണ്ടും ഈ ഏവം ഇപ്രകാരം മോഹം നയാസിസി, ആ മോഹത്തെ അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തെ നീ പ്രാപിക്കുകയില്ല. യാസിസി പ്രാപിക്കുക, യാസിസി പ്രാപിക്കുകയില്ല. ആ ഒരു ബോധോദയത്താൽ, ബോധോദയം എന്ന് പറയുമ്പോൾ ഏതൊരു അറിവ് ഉണ്ടാവുന്നുവോ ആ ഒരു അറിവിനാൽ, ആ ബോധോദയത്താൽ ഭൂതാനി അശേഷേണ, എല്ലാ ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ചരാചരങ്ങളും, എല്ലാ പ്രാണികളും, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾ, അതാണ് ഭൂതാനി അശേഷേണ എല്ലാം എന്നാണ്. അപ്പോൾ സർവചരാചരങ്ങൾ, അതാണ് ഭൂതാനി അശേഷേണ. ആത്മനി, സ്വന്തം ആത്മാവിൽ തന്നെ, അനന്തരം പിന്നീട്, മയി എന്നിലും, ദ്രക്ഷ്യസി നീ ദർശിക്കും. അപ്പോൾ പരമാത്മാവിലും എല്ലാ ഭൂതങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവിനെ ദർശിക്കാൻ കഴിയും. എപ്പോഴാണ്? ആ ഒരു ജ്ഞാനത്തെ നേടിയാൽ. ഏത് ജ്ഞാനത്തെ? ആ ഒരു ബോധോദയം എന്ന് പറയും. അപ്പം ആ ഒരു പരമമായ ആ ഒരു ബോധം, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു അനന്ത ബോധശക്തിയാണ്. ആ ബോധത്തിലേക്ക് ഉണരുമ്പോഴാണ് ബോധോദയം. അതാണ് നമ്മൾ ബുദ്ധൻ ബോധോദയം നേടി എന്നൊക്കെ പറയില്ലേ. ആ ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് അനേക വർഷം തപസ് ചെയ്തിട്ടാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്. അപ്പോൾ ആ ബോധോദയത്തിലേക്ക് ഉണരുക എന്ന് പറയുമ്പോൾ ആ ഒരു ജ്ഞാനത്തിലേക്ക് ഉണരുക എന്നാണ്. അപ്പോൾ ആ ഒരു ജ്ഞാനം നേടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിദ്യ മാറുകയും ജ്ഞാനം ലഭിക്കുമ്പോൾ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നു. അപ്പോൾ വേറൊരു ഇവിടെ നമുക്ക് പറയുന്ന ആ ജ്ഞാനം സിദ്ധിച്ചാൽ പിന്നെ ഇപ്രകാരം മോഹിക്കില്ല എന്ന് പറയുമ്പോൾ മലയാളത്തിലെ മോഹമല്ല, ഇപ്രകാരം ദുഃഖിക്കില്ല, വിഷമിക്കില്ല, മോഹം അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു, നമ്മൾ ഇതെല്ലാം ലഭിച്ച് ഈ ജ്ഞാനമൊക്കെ നേടി പിന്നെ ഒരു ദിവസം മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് പോകണമല്ലോ. അപ്പോൾ ആ മരണശേഷം വീണ്ടും അവിദ്യ ഉണ്ടാവുകയില്ലേ? അല്ലെങ്കിൽ വീണ്ടും മായ അതിൽ പെട്ടുപോവില്ലേ? പിന്നെയും വീണ്ടും അടുത്തൊരു ജന്മം എടുക്കുമ്പോൾ വീണ്ടും ഈ കർമ്മങ്ങൾ ആവർത്തിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഈ ജീവിതത്തിൽ പഠിച്ചതും അനുഭവിച്ചതും ഒക്കെ നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് പഠിച്ച കാര്യങ്ങൾ മുഴുവനും ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു പുനർജന്മം കിട്ടിയാൽ ഈ ജന്മത്തിൽ നമ്മൾ ആ ജ്ഞാനത്തിലേക്ക് ഉണർന്നു, ആ ജ്ഞാനം നമുക്ക് സ്വായത്തമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം ആ ജ്ഞാനം നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വീണ്ടും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അപ്പോൾ പറയുന്നത് ഇത് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ ഒരു അമ്മ കുഞ്ഞിന് നൽകുന്ന ഒരു നല്ല ഫുഡായിരിക്കുമല്ലോ എപ്പോഴും.
അപ്പോൾ അത് ആ വിശ്വാസത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങളത് കഴിക്കുക. അതിൽ യാതൊരു എന്താ പറയുക സംശയവും ഇല്ല. ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാതൃഹസ്തേന ഭോജനം എന്ന് പറയും. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് അത്രയും വിശ്വസിച്ച് കഴിക്കുക. കാരണം അത് നല്ല ഇതായിരിക്കും, അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വയറിനൊക്കെ വരുന്നത് കാരണം അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊരു വിശ്വാസമാണ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ സ്വന്തം വീട്ടിൽ നല്ല ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു വിശ്വാസം, അത് നല്ലതാണ് എന്നുള്ള വിശ്വാസം. അപ്പോൾ അതുപോലെ ഈ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈ ഒരു ജ്ഞാനം ലഭിച്ചാൽ ഈ ജ്ഞാനവും കൊണ്ടാണ് അടുത്ത ജന്മങ്ങളിലേക്ക് ആ ഒരു ആത്മാവ് കടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു ആത്മജ്ഞാനത്തെക്കുറിച്ച് ആ ബോധോദയം വന്ന വ്യക്തിക്ക് കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ വ്യാമോഹത്തിലാണ് മനുഷ്യൻ പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലതരം വ്യാമോഹങ്ങളിൽ പെട്ട് കിടക്കുന്നത്. നമ്മൾ ഓരോന്ന് കാണുമ്പോൾ അതിൽ ഭ്രമിച്ച് ഇങ്ങനെ ഇതാണ് എല്ലാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുക. അപ്പോൾ ആ വ്യാമോഹത്തിൽ പെട്ട് കിടക്കുന്ന മനുഷ്യൻ എത്ര തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാലും ഈ പരമമായ ജ്ഞാനത്തെക്കുറിച്ചോ എങ്ങനെയാണോ അർജുനന് ഭഗവാൻ കൃഷ്ണൻ ഈ ജ്ഞാനം പകർന്നത് അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ രീതിയിൽ പറഞ്ഞു തന്നാലും അത് വ്യക്തമാവില്ല. കാരണം അതിനുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഈ ആന്തരികമായ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ആ ഒരു അത് അത്രത്തോളം ഉയർന്നു വന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു അതീന്ദ്രിയമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഈ ബോധോദയം എന്ന് പറയുന്നതും. അതുപോലെ തന്നെ പരമമായ ജ്ഞാനം സിദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ ആത്മാവിനെ അറിയുക എന്ന് പറയുമ്പോൾ ഭഗവാനെ അറിയുക. ഭഗവാനെ അറിയാനുള്ള ആ ഒരു അതീന്ദ്രിയമായ അനുഭൂതി, അത് മനസ്സിലാക്കാൻ ഉള്ള ഒരു അറിവ്, അല്ലെങ്കിൽ അത് ആ ഒരു ആന്തരിക വളർച്ച അത് എത്തിയാൽ മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ആത്മസാക്ഷാത്കാരം എന്നൊക്കെ അതിനെ പറയും. അതിനെന്തൊക്കെ പറയും? ഈ ബോധോദയം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ബോധോദയം നേടി എന്നൊക്കെ പറയില്ലേ, അത് എന്ന് പറയുമ്പോൾ ആ ഒരു ജ്ഞാനത്തിലേക്ക് ഉണരുകയാണ്. അപ്പോൾ ആ തപസ് ചെയ്ത് ആ ഒരു ജ്ഞാനത്തിലേക്ക് ഉണരുകയാണ്. അതാണ് ബോധോദയത്തിലേക്ക് ഉണരുക. അപ്പം ആത്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. നമ്മുടെ വിഷയങ്ങളിൽ, വികാരങ്ങളിൽ, വിചാരങ്ങളിൽ ഒക്കെ പെട്ട് കിടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിഷയങ്ങൾ, നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ കോണ്ടാക്ട്സുകൾ, ഇതാണ് നമ്മുടെ ഒരു പ്രപഞ്ചം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ എന്നാൽ സർവ്വചരാചരങ്ങളും, അത് നമ്മൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം സ്വന്തം സ്വരൂപം തന്നെയാണ് എന്നും സ്വന്തം ആത്മാവ് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും എന്നുള്ള ഒരു അറിവിലേക്ക് ഉണരുന്നതിനെയാണ് ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കടലിൻ്റെ ഒരു ബീച്ചിലൊക്കെ പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. കാരണം നല്ല കാറ്റും നല്ല ഭംഗിയുള്ള ആ ഒരു തിരമാലകളിങ്ങനെ വന്ന് പോകുന്നത്, അതൊരു എത്ര കണ്ടാലും മതിയാവാത്ത ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് ഈ ഒരു കടലിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കുമ്പോൾ നമ്മൾ തിരമാലകളെയാണ് നോക്കുക. അപ്പോൾ തിരമാലകൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ തിരമാലകളും വന്ന് അത് തിരിച്ച് ആ കടലിലേക്ക് തന്നെ ലയിക്കുന്നത് കാണാം. അപ്പോൾ തിരമാല എന്താണെന്ന് ചോദിച്ചാൽ തിരമാല കടൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കടലിൽ ജലം തന്നെയാണ്. അപ്പോൾ പതയും നുരയും തിരയും ആയിട്ട് തല്ലി തകർന്ന് അത് അതിലേക്ക് ലയിച്ച് പോകുന്നു എന്ന് പറയുന്നത് ആ കടലിനെ ഒരിക്കൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ തിരമാലയും പതയും നുരയും ഒക്കെ വെള്ളം തന്നെയാണ് എന്ന്, തിരകളെല്ലാം കടൽ തന്നെയാണ് എന്ന് ബോധിക്കുന്നത് പോലെയാണ് നമ്മൾ പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ, അല്ലെങ്കിൽ ഈ ഒരു ആത്മാവ് എന്നുള്ളതാണല്ലോ ഭഗവാൻ എന്ന് പറയുന്നത്. ഈ ആത്മാവിൻ്റെ തന്നെ വിവിധമായിട്ടുള്ള പ്രകടന ഭാവങ്ങളാണ്, അല്ലെങ്കിൽ
മാനിഫെസ്റ്റേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് എല്ലാം കടലിലെ തിരമാലകളും പതയും നുരയും ഒക്കെ കടൽ ജലം തന്നെയാണ്, കടൽ തന്നെയാണ് എന്ന് ബോധിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ സർവ്വചരാചരങ്ങളും ഈ പ്രപഞ്ചം തന്നെയും, അപ്പോൾ ഈ പ്രപഞ്ചം തന്നെയും ആ ആത്മാവിൻ്റെ ആവിഷ്കാരമാണ് എന്ന്, സ്വന്തം സ്വരൂപമായ ആത്മാവ് തന്നെയാണ് എല്ലാം എന്നും ഒക്കെ ഉള്ളൊരു അറിവിലേക്ക് എത്തുന്നതാണ് ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ആ ഒരു വാക്കുകൾ, അതിൻ്റെ ഒരു എന്താ പറയുക, അത് കട്ടിയുള്ള ആ വാക്കുകൾ തന്നെയാണ്. കാരണം ഈ എന്താണോ ഇത്, ഈ ആത്മസാക്ഷാത്കാരം, ഭഗവാനെ അറിയുക എന്നൊക്കെ പറയുന്ന അത്രയും ഒരു സങ്കീർണമായ ഒരു വിഷയമാണ്. എത്ര മനസ്സിലാക്കിയാലും അത് മനസ്സിലാവുകയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ഗുരുവിൻ്റെ സഹായം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഗുരു എന്താണ് നമുക്ക് തരുന്നത്? യഥാർത്ഥ ജ്ഞാനമാണോ എന്നും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് എന്നും, ഒരു ഗുരുവിനെയും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു അധികാരം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഗുരുവുമായിട്ട് എത്ര കാലം നമുക്ക് ഒരു ഗുരുവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കണം, അത് എത്ര കാലം വേണം എന്നൊക്കെ നമുക്കിവിടെ പറയുന്നത്. എത്ര കാലം വേണം, അതായത് ഈ സൃഷ്ടി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ അതെല്ലാം അതിലെന്തൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അതിൻ്റെ ആ ഗാംഭീര്യം, അതിൻ്റെ ആ ഇതെല്ലാം ഭഗവാന്റെ, സർവശക്തനായ ഭഗവാന്റെ ആത്മാവ് തന്നെയാണ് ഇതെല്ലാം എന്നുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു അറിവ്, ആ ഒരു ജ്ഞാനം അതുണ്ടാകുന്നത് വരെ ഗുരുവിനോടുള്ള ആ ഒരു ഗാഢമായിട്ടുള്ള ഒരു ബന്ധവും പൂർണ്ണമായ ആശ്രിതത്വവും വേണം. കാരണം എന്നാലേ ഗുരു തരുന്ന ആ ഗൈഡൻസ് ശരിയായിട്ടും ഇതിന് മനസ്സിലാക്കാൻ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഗുരുവിനോടുള്ള ആ ഗാഢമായ ബന്ധവും ഒക്കെ ആവശ്യമാണ് എന്ന്. അത് എപ്പോഴാണോ ആ ഒരു ശരിയായിട്ടുള്ള ഒരു അറിവ് ഉറയ്ക്കുന്നത് അതുവരെ ഗുരുവിനോട് ഒരു ബന്ധവും അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു ആശ്രയവും ശിഷ്യന് ആവശ്യമാണ്. അത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചിന്മയാനന്ദ സ്വാമികൾ ഈ വ്യാഖ്യാനം, ഈ ഒരു ശ്ലോകത്തെ അതിൻ്റെ ഒരു അർത്ഥവും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ശ്ലോകം 35, ചാപ്റ്റർ 4, ഭഗവത്ഗീത, ജ്ഞാനകർമ്മ സന്യാസയോഗം. യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷസ്യാത്മന്യതോ മയി. അർത്ഥം, അല്ലയോ അർജുന, ഇവിടെ പാണ്ഡവ എന്ന് പറഞ്ഞാൽ അർജുന എന്നാണ്. അല്ലയോ അർജുന, യജ്ഞാത്വ ഏതൊരു ജ്ഞാനം സിദ്ധിച്ചാൽ ഏവം നീ ഇനിയും ഈ വിധത്തിൽ മോഹം നയാസ്യസി മോഹത്തെ പ്രാപിക്കുകയില്ല. ഏന ആ ബോധോദയത്താൽ ഭൂതാനി അശേഷേണ എല്ലാ സർവചരാചരങ്ങളെയും ആത്മനി അധ സ്വന്തം ആത്മാവിലും അനന്തരം മയി ദ്രക്ഷസി എന്നിലും പരമാത്മാവിലും നീ ദർശിക്കും. അതാണ് പറയുന്നത്. അതായത് ഏതൊരു ജ്ഞാനം ലഭിച്ചാൽ, അല്ലയോ അർജുന, നീ ഈ വിധത്തിൽ ദുഃഖിക്കില്ല അല്ലെങ്കിൽ മോഹത്തെ പ്രാപിക്കുകയില്ല. ആ ഒരു ബോധോദയത്താൽ സർവചരാചരങ്ങളെയും സ്വന്തം ആത്മാവിൽ തന്നെ ദർശിക്കും. അതുപോലെ തന്നെ അനന്തരം പരമാത്മാവിലും നീ സർവചരാചരങ്ങളെയും ദർശിക്കും. അങ്ങനെ പറയുന്ന ഒരു വലിയ അറിവാണ് ഈ ഒരു ശ്ലോകം നമുക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഭഗവാന് നമസ്കാരം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.